പിന്നെന്ന് ചോദിച്ചാൽ ഇവിടെ അങ്ങനെയാണ്, റൗഡിക്ക് 50, പോലീസിന് 200. അത് നമ്മളടുത്ത് ചോദിച്ചു വാങ്ങിയാണ് 200. ആദ്യം നമ്മൾ 100 കൊടുക്കുന്നുണ്ട്. സാധാരണ ഇവിടെ റെഗുലർ ആയിട്ട് 100 കൊടുക്കുന്നത്. പക്ഷെ 100 കൊടുത്തപ്പോഴത്തേക്ക് നമ്മളെ വണ്ടി കെയിലാണെന്ന് മനസ്സിലായിട്ട് 500 ചോദിച്ചു. 500 ചോദിച്ചു. അപ്പൊ നമ്മൾ അവസാനം 200-ല് ഡീൽ ഉറപ്പിച്ചു. സാറന്മാർക്ക് ഭയങ്കര സന്തോഷമായി, 100 കൂടെ അധികം കിട്ടിയപ്പോ. അല്ലെങ്കിൽ ബുക്കും പേപ്പറും എടുത്തോണ്ടോ, ബില്ല് എടുത്തോണ്ടോ, പേപ്പർ എടുത്തോണ്ടോ, ലോഡ് ചെയ്ത് എത്ര കിലോ ഉണ്ട്, എത്ര ടണ്ണുണ്ട്, എങ്ങോട്ട് പോകണം. അതെ, വെസ്റ്റ് ബംഗാൾ തുടക്കം തന്നെ ഇങ്ങനെയാണ്. അപ്പൊ ഇനി നമ്മൾ ഇത് വഴി എത്ര അങ്ങോട്ട് ഇനി ഓരോരോ വീഡിയോകളുണ്ട്, വൈകിട്ട് കാണാം. അതെ അതെ, ഇൻട്രസ്റ്റിംഗ്, വെരി വെരി ഇൻട്രസ്റ്റിംഗ്. ഇത് RTO അല്ല, പോലീസാണ്. ഓക്കെ, വെസ്റ്റ് ബംഗാളിലെ RTOയ്ക്ക് വിലയില്ല, പോലീസിനാ പവർ. വെസ്റ്റ് ബംഗാൾ കയറിയ ശേഷം ആദ്യത്തെ ഇന്ത്യൻ ഓയിലിന്റെ പെട്രോൾ പമ്പിലാണ് നിൽക്കുന്നത്. LNT പെട്രോൾ പമ്പ് എന്നാണ് പറയുന്നത്. ഈ സ്ഥലത്തിന്റെ പേര് ഏകദേശം LNT എന്നാണ് അറിയാൻ കഴിഞ്ഞത്. കറക്റ്റ് ആണോ ഇല്ലെന്ന് അറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് വരുന്നതാണ്. ചോദിച്ചിടത്തോളം LNT പമ്പ് എന്നാണ് ഇവിടെ അറിയാൻ കഴിഞ്ഞത്. ആ പമ്പിൽ പാർക്കിങ്ങിലാണ് കിടക്കുന്നത്. ഇവിടെ വന്ന് നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പല സുഹൃത്തുക്കളുമായിട്ട് സംസാരിച്ചു. ഈ ഒരു പണപ്പിരിവിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പോൾ നമ്മളതിന് 200 രൂപ മേടിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ 100 രൂപ കൊടുത്തിട്ട് വേണ്ട 200 വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഉള്ളവരെല്ലാവരും, ഇവിടെ സ്ഥിരമായിട്ട് വരുന്നവരെല്ലാവരും 50 രൂപയാണ് കൊടുക്കാറുള്ളതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. 50 രൂപ കൊടുക്കുമ്പോഴത്തേക്കും വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ 100 രൂപ കൊടുത്തോണ്ടായിരിക്കും ഇനി നമ്മൾ റിച്ച് പീപ്പിൾ ആണെന്ന് വിചാരിച്ചിട്ട് 500 ചോദിച്ചതല്ലേ. പൈസ പിരിവ് ഗുണ്ടകളല്ല, ഗുണ്ടകളും മേടിച്ച്, അല്ല പോലീസ് ഗുണ്ടകൾ മേടിച്ച്. അത് കഴിഞ്ഞിട്ട് നമ്മൾ പോലീസ് 200 രൂപ മേടിച്ചു. പക്ഷെ അണ്ണന്മാര് പറഞ്ഞത്, തമിഴ്നാട് സ്വദേശികൾ പറഞ്ഞു ആണല്ലേ.